പാടശേഖരങ്ങളിലെ വെള്ളം പമ്പ് ചെയ്ത് നീക്കം ചെയ്യുന്നതിന് പാടശേഖര സമിതിയും കോൺട്രാക്ടറും തയ്യാറാകാതെ വന്നതോടെ ദുരിതത്തിലാണ് ആലപ്പുഴ വിയ്യപുരം ചെറുതന നിവാസികൾ. പാടശേഖരങ്ങളുടെ സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറിയിട്ട് ദിവസങ്ങളായെങ്കിലും പമ്പിംഗ് പ്രവർത്തനങ്ങൾ മാത്രം നടക്കുന്നില്ല. മലിനമായ വെള്ളത്തിലൂടെ നടക്കേണ്ടി വന്നതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പ്രദേശവാസികളും. നമുക്ക് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല. കുറേ മാസങ്ങൾ കൊണ്ട് വെള്ളം കയറി കിടക്കും. ഇത് എത്രയും പെട്ടെന്ന് ഇറക്കി തരാൻ കളക്ടർ മാമനോട് ഞാൻ പറയുന്നു. പമ്പിംഗ് കൃത്യമായി നടത്തിയാലേ പ്രദേശത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കൂ. അച്ചനാഗരി, കുട്ടങ്കരി പാടശേഖരങ്ങളിൽ വെള്ളം ഉയർന്നതുമൂലം സമീപത്തുള്ള 180ഓളം വീടുകളാണ് വെള്ളത്തിലായത്. പാടശേഖര സമിതികളും വെള്ളം പമ്പ് ചെയ്ത് നീക്കം ചെയ്യാൻ ആയി നിയോഗിച്ച കോൺട്രാക്ടറും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് പമ്പിംഗ് വൈകാൻ കാരണമായത്. ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെ വലിയൊരു സമൂഹമാണ്. വെള്ളം ഉയർന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പാടത്തിന്റെ മുട്ടുപാട് തുറക്കാതിരിക്കുന്നുണ്ട് ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഒരു മാസം കൊണ്ട് ഇവിടെ വെള്ളം കിടക്കുക. പെരയ്ക്കകത്ത് വെള്ളമായിരുന്നു. പാടശേഖരങ്ങളിൽ നിയന്ത്രിത പമ്പിംഗ് നടത്താൻ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം പാടശേഖര സമിതികൾക്ക് കത്ത് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ പമ്പിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതോടെ പ്രദേശത്തെ ജനങ്ങളാകെ വലിയ ആശങ്കയിലാണ്. ഒഴുക്ക് നഷ്ടപ്പെട്ട് മലിനമായി തുടങ്ങിയ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരുന്നത് മൂലം പലർക്കും ത്വക്കുരോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. ഈ സ്ഥിതി ഇനിയും തുടർന്നാൽ വലിയ പകർച്ചവ്യാധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് വിയ്യപുരം ചെറുതന നിവാസികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ.